പ്രേക്ഷകർക്ക് നമസ്കാരം. ആറ്റുകാൽ പൊങ്കാല കുളമാക്കുക എന്ന ലക്ഷ്യവുമായിട്ട് ഇടത് സർക്കാരും അതേപോലെ തന്നെ KGMOA എന്ന് പറയുന്ന ഡോക്ടേഴ്സ് സംഘടനയുമാണ് ഇപ്പോ രംഗത്തെത്തിയിട്ടുള്ളത്. ഇവരുടെയൊക്കെ ചൊറിച്ചിൽ എന്താണ് എന്നുള്ളത് ബോധമുള്ള സകല മലയാളികളും തിരിച്ചറിയുന്നുണ്ട്. നമ്മുടെ മേയർ VV രാജേഷിന്റെ നേതൃത്വത്തില് ആറ്റുകാൽ പൊങ്കാല സുന്ദരമായിട്ട് നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ 10 ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ ചെയ്തു തീർത്തു. അതുമായി ബന്ധപ്പെട്ട് റോഡുകൾ ഉൾപ്പെടെ ടാർ ചെയ്തതൊക്കെ ആയിട്ട് വലിയ പ്രഖ്യാപനങ്ങൾ VV രാജേഷ് നടത്തി. ഇതൊക്കെ കണ്ടുകൊണ്ട് വിറളി പിടിച്ച് ഇടതുപക്ഷത്തിന്റെ ഉദ്യോഗവർഗം കൂടിയിട്ട്, അതായത് ഈ കമ്പനികളുടെ യൂണിയൻ ഭാഗമായിട്ടുള്ള ഉദ്യോഗവർഗവും അതേപോലെ തന്നെ ഇടത് സർക്കാരും കൂടിയിട്ട് ഒറ്റക്കെട്ടായിട്ട് ഇപ്പോ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് വെള്ളം കൂടി പോലും മുട്ടിക്കാൻ വേണ്ടിയിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട്. അതിനെതിരെ BJP രണ്ടും കൽപ്പിച്ച് തന്നെ ഇപ്പോ രംഗത്തെത്തിയിട്ടുള്ള ആറ്റുകാൽ പൊങ്കാല സുന്ദരമായിട്ട് സൗകര്യങ്ങളോടുകൂടി തന്നെ BJP നടത്തുമെന്നുള്ളത് പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഇപ്പോ മറുഭാഗത്ത് ഇപ്പോ വാട്ടർ അതോറിറ്റി ഇപ്പൊ രംഗത്തെത്തിയത് വെള്ളം കൂടി പോലും മുട്ടിക്കാനേ. ഇതിനെതിരെ BJP കൗൺസിലേഴ്സ് വാട്ടർ അതോറിറ്റിയുടെ ഓഫീസ് ഉപരോധിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് BJPയുടെ കൗൺസിലർ പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. നിരവധി BJPയുടെ കൗൺസിലർമാര് ഉപരോധിക്കുന്നതിന്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുത്ത് ഇനി അവര് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ശക്തമായ പ്രതിഷേധമാണ്. ഇന്ന് ആറ്റുകാൽ പൊങ്കാല ഇന്ന് വൈകിട്ട് ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തുകയാണ്. ആ സമയത്ത് ഒരു വാർഡുകളിലും ആറ്റുകാൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ആറ്റുകാൽ വാർഡിലും സമീപത്തുള്ള ഒരു വാർഡുകളിലും വെള്ളമില്ല. 2 ദിവസം മുമ്പേ കൊഞ്ചറോള ക്ഷേത്രത്തിൽ പൊങ്കാലയായിരുന്നു. ആ സമയത്ത് ആ പൊങ്കാല കലത്തിൽ വെള്ളം വെക്കാനുള്ള ആ വെള്ളം പോലും കൊടുക്കാൻ പറ്റാതെ ഞങ്ങൾ വിഷമിച്ചു. ഞങ്ങൾ എവിടുന്ന് വാട്ടർ ടാങ്കിൽ വെള്ളം കൊണ്ടുവരാനുള്ള ആ ഒരു ഇതുപോലും സംവിധാനം ചെയ്തിട്ടില്ലായിരുന്നു. വെള്ളമില്ല എന്നായിരുന്നു ഞങ്ങൾക്ക് തരുന്ന മറുപടി. ഇനി 10 ദിവസം വിവിധ ദേശങ്ങളിൽ നിന്ന്, ജില്ലകളിൽ നിന്ന്, സംസ്ഥാനങ്ങളിൽ നിന്നും ആൾക്കാർ ലക്ഷക്കണക്കിന് അമ്മമാർ വരുന്ന സ്ഥലം. അപ്പൊ ഇന്നേ കുടിവെള്ളം ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ ഈ 9 ദിവസം എന്തായിരിക്കും നടക്കുന്നത്? അതുകൊണ്ട് ഇന്ന് കുടിവെള്ളത്തിന് ഒരു തീരുമാനമായി. കളക്ടർ ഇവിടെ വന്ന് ഞങ്ങളോട് സംസാരിച്ചാൽ മാത്രമേ വാർഡുകളിൽ കുടിവെള്ളം എത്തി എന്ന് ജനങ്ങൾ ഞങ്ങളോട് വിളിച്ചു പറഞ്ഞാൽ മാത്രമേ ഇനി എത്ര രാത്രിയാണെങ്കിലും ഈ സമരം ഇവിടെ അവസാനം. നിങ്ങൾ കേട്ടില്ലേ? തിരുവനന്തപുരം ജനതയ്ക്ക് ഏതായാലും അഭിമാനിക്കാം. അവരുടെ വെള്ളം കൂടി മുട്ടിച്ചവരുടെ സകലതും മുട്ടിക്കാൻ തന്നെയാ BJP കൗൺസിലേഴ്സ് രംഗത്തെത്തിയിട്ട് വാട്ടർ അതോറിറ്റിയുടെ ഓഫീസ് തന്നെ അങ്ങ് ഉപരോധിച്ചിട്ടുള്ളത്. വെള്ളം കിട്ടാതെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങില്ല എന്ന് തന്നെ BJP കൗൺസിലേഴ്സ് പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു. വെള്ളം കൂടി മുട്ടിച്ചും അത് ചെയ്തും ഇത് ചെയ്തു. ആറ്റുകാൽ പൊങ്കാലക്കെതിരെ ഒരു ചുക്കും ഇടത് സർക്കാരിനോ അവർക്ക് വേണ്ടിയിട്ട് അടിമപ്പണി എടുക്കുന്ന ഉദ്യോഗവർഗത്തിനോ സാധിക്കില്ല. അതിനിവിടെ തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്നത്, കോർപ്പറേഷൻ ഭരിക്കുന്നത് BJPയാ. അവർക്ക് അതിൻ്റെതായ രീതിയിൽ പണിയെടുക്കാൻ അറിയാം. അതൊക്കെ ആരും മുടക്കം നിന്നാലും അതിനെയൊക്കെ മറികടക്കുക തന്നെ ചെയ്യും. ഇപ്പൊ ഇടത് സർക്കാരിന് വേണ്ടിയിട്ട് KGMOA എന്ന് പറയുന്ന ഡോക്ടേഴ്സ് സംഘടന നമ്മൾ നോക്കുമ്പോൾ അതൊരു സ്വതന്ത്ര സംഘടനയൊക്കെ ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. സർക്കാരിന് വേണ്ടി തന്നെയല്ല ഈ പറയുന്ന ഡോക്ടേഴ്സ് സംഘടനയും ഈ പണിയായിട്ട് രംഗത്തെത്തിയത്. ആറ്റുകാൽ പൊങ്കാലയായി ബന്ധപ്പെട്ട് ഡ്യൂട്ടി ബഹിഷ്കരിക്കൂ എന്ന് അവർ എത്ര നെറുകേട്, എത്ര ചെറ്റത്തരമാണ് ഉളുപ്പില്ലാതെ ഈ ഡോക്ടേഴ്സ് സംഘടന വിളിച്ചു പറയുന്നത്. അവരിൽപ്പെട്ട ഒരു ഡോക്ടറെ നെറുകേട് ചെയ്തു. അതുമായി ബന്ധപ്പെട്ട ഒരു മരണം സംഭവിച്ചു. അത് സർക്കാർ അന്വേഷണം നടത്തി സ്ഥിരീകരിച്ചു. എന്നിട്ട് സസ്പെൻഷൻ കൊടുത്തു. ഇത് തന്നെ ഒരു ഒത്തുകളിയല്ലേ? യഥാർത്ഥത്തിൽ ഒരു സർക്കാർ സംവിധാനം ജനങ്ങൾക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ നെറുകേട് ചെയ്ത തെറ്റ് ചെയ്തു എന്ന് കണ്ടെത്തിയ ആളെ സസ്പെൻഷൻ ആണോ ചെയ്യുക? ജീവൻ പോയ കേസല്ലേ? എടുത്ത് പുറത്തെറിയണ്ടേ? എടുത്ത് തോട്ടിലെറിയണ്ടേ? ഇത്തരം ആൾ ഏതെങ്കിലും 1-2 ഇത്തരം നെറുകേട് ചെയ്യുന്നവരെ എടുത്ത് പുറത്തിട്ടിട്ടില്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന ആളുകൾക്കൊക്കെ എത്ര ധൈര്യമായിക്കോ എന്ത് നെറുകേട് ചെയ്യാനോ? ഇവിടെ ഒരുപാട് കത്രിക മറന്നു പോകും. അതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നു. കേവലം ഒരു 15-20 ദിവസമുള്ളൊരു സസ്പെൻഷൻ, അല്ല 1-2 മാസം സസ്പെൻഷൻ, ഇതിലപ്പുറം ഒരു ചുക്ക് അവർക്ക് സംഭവിക്കില്ല എന്ന് കണ്ടിട്ട് തന്നെയല്ലേ ഇവിടെ ഒരു ശ്രദ്ധയുമില്ലാതെ കത്രിക പോലും മറന്നു വെക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ടാവുന്നത്. ഇപ്പോ ഈ സസ്പെൻഷൻ കൊടുത്തതിനെതിരെ ഇതെന്താ ഈ പറയുന്ന KGMOA എന്ന് പറയുന്ന ഡോക്ടേഴ്സ് സംഘടനയും സർക്കാരും തമ്മിലുള്ള ഒത്തുകളിയാ. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഞങ്ങൾ ഇറങ്ങില്ല, അത് നിങ്ങൾക്ക് വേണ്ടിയാണ്, ഞങ്ങൾ ഇറങ്ങാതിരിക്കുമ്പോ നിങ്ങൾ എന്ത് ചെയ്യണോ? ഈ രീതിയിൽ അങ്ങ് ആറ്റുകാൽ പൊങ്കാല കുളമാക്കണം. ഇത് സർക്കാരിന് വേണ്ടി ചെയ്യാണ്. അപ്പൊ സർക്കാരിന് വേണ്ടി ഇവര് കാര്യങ്ങൾ ചെയ്താൽ എന്താണ്? BJPയുടെ ഇമേജ് ഒക്കെ അങ്ങ്
അങ്ങ് തകരും. ആറ്റുകാൽ പൊങ്കാല BJP വന്നതോടുകൂടി മോശമായി എന്നൊരു പ്രതീതി വരും. അപ്പൊ നിങ്ങളുടെ ഡോക്ടറെ ഞങ്ങൾ തിരിച്ച് എടുത്തുകൊള്ളാം. അപ്പൊ ഇവര് തമ്മിലുള്ള ഒരു ഐക്യല്ല ഇത്. ഈ KGMOA എന്ന് പറയുന്ന ഡോക്ടേഴ്സ് സംഘടന, അതേപോലെ തന്നെ സർക്കാർ സംവിധാനം, ഈ സകല സംവിധാനങ്ങളും കൂടി ഒരു വിശ്വാസത്തിന്റെ നേരെ, ഒരു വിശ്വാസത്തിന്റെ നേരെ എന്തിനാണ് ഇത്തരം പൊളിറ്റിക്കൽ ഗിമ്മിക്കുകളുമായിട്ട് കുതന്ത്രങ്ങളുമായിട്ട് രംഗത്തെത്തുന്നത്? ഇത് ബോധമുള്ള ഓരോ മലയാളിയും തിരിച്ചറിയേണ്ടതാ. ഭാരതീയ ജനതാ പാർട്ടി കോർപ്പറേഷനിൽ അധികാരത്തിലെത്തിയിട്ട് വളരെ സുന്ദരമായിട്ട് ആറ്റുകാൽ, നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, സ്ത്രീകളുടെ ശബരിമല എന്നാണ് ഈ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട സ്ത്രീകൾ ഇതിനെ നോക്കിക്കാണുന്നത്. ലക്ഷക്കണക്കിന് ആളുകളാ തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. പ്രത്യേകം ഓർക്കണം, ഖജനാവിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് പണമെത്തും. ഇവർ വരുന്ന ഓരോ കാര്യങ്ങളും, ഇവർ വരുന്ന അരി വാങ്ങുന്നതും ഓരോ കാര്യങ്ങൾക്കും ഇത് പൊതുഖജനാവിലേക്ക് പണം എത്തുന്നുണ്ട്. നിങ്ങൾക്കറിയില്ല, ആര്യ രാജേന്ദ്രന്റെ സമയത്ത് പ്രസ് മീറ്റ് വിളിച്ചുകൊണ്ട് ആ ചുടുകല്ല് പോലും അത് ലൈഫ് മിഷൻ എന്ന് പറഞ്ഞ് സർക്കാരിലേക്ക് എടുത്തുകൊണ്ടുപോയത് ആ സർക്കാരാ. അതായത് വരുന്ന ലക്ഷക്കണക്കിന് സ്ത്രീകളിൽ നിന്ന് പരമാവധി ഊറ്റിയാണ് കേരള സർക്കാർ മുന്നോട്ട് വന്നത്. എന്നിട്ട് അവര് വരുമ്പോഴേക്കോ കുടിവെള്ളമല്ല, ഒരു ഭാഗത്ത് ഡോക്ടേഴ്സ് ഇറങ്ങില്ല. എത്ര നിറകേടാണ്, എത്ര ചെറ്റത്തരമാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരള സർക്കാർ. ഈ പറയുന്ന ഡോക്ടർമാരെ ഒന്നും നിലക്ക് നിർത്താനാവൂലേ? ഈ വരുന്ന ലക്ഷക്കണക്കിന് സ്ത്രീകളുടെ ഈ സാധാരണക്കാരുടെ പണം പൊതുഖജനാവിൽ, ആ പണം എടുത്തിട്ടല്ലേ ഈ പറയുന്ന ഡോക്ടേഴ്സിനൊക്കെ തന്നെ സാലറി കൊടുക്കുന്നത്. ഇമാതിരി തോന്നിവാസം ചെയ്യുന്ന ഡോക്ടേഴ്സിനൊന്നും നിലക്ക് നിർത്താൻ അറിയില്ലെങ്കിൽ രാജിവെച്ച് പോണം മിസ്റ്റർ പിണറായി വിജയൻ. ഇതാണ് സാധാരണക്കാർക്ക് പറയാനുള്ളത്. ഇവിടെയുള്ള വിശ്വാസ സമൂഹത്തിന് ഈ ഒരു വിഷയത്തിൽ ഇവിടെയുള്ള എല്ലാ മതവിശ്വാസികളും ഇതുമായി ബന്ധപ്പെട്ടവർക്കൊപ്പം തന്നെയാണ് നിൽക്കുക. ഇത് സകല മലയാളികളും തിരിച്ചറിഞ്ഞ ആറ്റുകാൽ പൊങ്കാല പോലും ഒരു ഭാഗത്ത് സർക്കാരിന്റെ ഈ പറയുന്ന ഡോക്ടേഴ്സ് സംഘടന, ഒരു ഭാഗത്ത് സർക്കാരിന്റെ വാട്ടർ അതോറിറ്റി വെള്ളം കൊടുക്കില്ല. ഇതൊക്കെ നിങ്ങൾ BJPയുടെ ഇമേജ് കുറയ്ക്കാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത്? ഇതൊക്കെ മറികടന്ന് ഡോക്ടേഴ്സിനെയൊക്കെ BJP സംവിധാനം വിചാരിച്ചാൽ എത്ര സുന്ദരമായിട്ട് നിങ്ങൾ എന്ത് സമരം ചെയ്താലും നിങ്ങളെ കൊണ്ടൊക്കെ കൂട്ടിയാൽ കൂടുവോ? കുറച്ച് ഡോക്ടേഴ്സിനെ ഈ പറയുന്ന തിരുവനന്തപുരം ആറ്റുകാൽ പൊങ്കാലയിലേക്ക് എത്തിക്കാൻ നിങ്ങൾ എന്ത് ബഹിഷ്കരണം നടത്തിയാൽ നിങ്ങൾ എന്ത് വിജയിക്കുമെന്ന ഡോക്ടർ സംഘടനയോടാ ചോദിക്കുന്നത്. നിങ്ങൾ എന്താ കരുതിയത്? ഡോക്ടേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ രാജ്യത്തിന് വേണ്ടി സേവനം അനുഷ്ഠിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളുണ്ട്. രാജ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന, ദേശീയതക്കൊപ്പം നിലകൊള്ളുന്ന നിരവധി ഡോക്ടർമാരുള്ള ഒരു രാജ്യത്തെ രാജ്യമടക്കി ഭരിക്കുന്ന BJPയെ നിങ്ങൾ 4 ഡോക്ടർമാര് ഞങ്ങൾ ബഹിഷ്കരിക്കും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങ് മുട്ടുറയ്ക്കുമെന്നാണോ ഈ ഡോക്ടേഴ്സ് സംഘടന കരുതുന്നത്? അതൊക്കെ നിങ്ങളെ തരത്ത് പോയിട്ട് അങ്ങ് കളിച്ചാൽ മതി. ഇവിടെ BJP തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നുണ്ടെങ്കിൽ ആറ്റുകാൽ പൊങ്കാലയൊക്കെ സുന്ദരമായിട്ട് നടത്തുക തന്നെ ചെയ്യും. അതിന് വെള്ളം കൂടി മുട്ടിച്ചാൽ അതിനെ മറികടക്കാൻ ഇവിടെ BJP പ്രതിനിധികളുണ്ട്. ഡോക്ടേഴ്സ് ഡ്യൂട്ടി ഇല്ല എന്ന് ഡ്യൂട്ടി ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞാൽ ഇവിടെ രാജ്യത്തോട് സ്നേഹമുള്ള, രാജ്യത്തിനൊപ്പം നിൽക്കുന്ന, തൻ്റെ ഡോക്ടേഴ്സ് ജോലി എന്ന് പറയുന്നത് കേവലം ജോലി ഈ സമ്പാദിക്കുക എന്ന് കാണാതെ സേവനമെന്ന്, നമ്മുടെ നാടിന്, നമ്മുടെ രാജ്യത്തിന് വേണ്ടി സേവനമെന്ന് കണ്ട് ഡോക്ടേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെ സേവനം ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ട്. അവരൊക്കെ പറന്നിറങ്ങില്ലേ ഈ തിരുവനന്തപുരത്തേക്ക്? ഈ സംഘടന വിചാരിച്ചാൽ എന്തെങ്കിലും ഒരു ചുക്കുഞ്ഞുണ്ടാകും സംഭവിക്കില്ല. ഈ വരുന്ന ആറ്റുകാൽ പൊങ്കാല നമ്മുടെ തിരുവനന്തപുരത്ത് മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിൽ അതിസുന്ദരമായിട്ട് നടക്കുമെന്നുള്ളതിലൊന്നും ഒരു തർക്കവും വേണ്ട. ഇമാതിരിയുള്ള ഈ കമ്മികളുടെ, ഈ ഇടത് സർക്കാരിന്റെ ഈ ഡോക്ടേഴ്സ് സംഘടനയ്ക്ക് ഇത്തരം സകലതിനെയും ബോധമുള്ള മലയാളികളൊക്കെ പുച്ഛിച്ച് തള്ളുക തന്നെ ചെയ്യും.